ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ. ജൂൺ 5 എല്ലാ വർഷവും നാം പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാറുണ്ട്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ആഗോളതലത്തിൽ പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഓർഗനൈസേഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. ജൂൺ 5 എന്ന് പറയുന്ന ഒരു ദിവസം തിരഞ്ഞെടുക്കാൻ കാരണം 1972 ഒരു ആഗോള ഉച്ചകോടി, ഭൗമ ഉച്ചകോടി സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടക്കുകയുണ്ടായി. അത് തുടങ്ങിയ ദിവസം ജൂൺ 5 ആയിരുന്നു. ആ ഉച്ചകോടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ലോകത്തുള്ള പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാർ പങ്കെടുത്തിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു അത്. അന്നു മുതൽ ഓരോ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഓരോ വർഷവും പരിസ്ഥിതി ദിനം ആചരിക്കാറുണ്ട്. ഈ വർഷത്തെ വിഷയം ഇക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ എന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ പുനരുജ്ജീവനം അല്ലെങ്കിൽ പുനരുദ്ധാരണം എന്നുള്ളത്. ആവാസ വ്യവസ്ഥകളൊക്കെ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവണം. ഇതിനുവേണ്ടി മറ്റൊരു കാര്യം കൂടി യുണൈറ്റഡ് നേഷൻസ് ചെയ്തിട്ടുണ്ട്. അവർ ഈ ഒരു 10 വർഷം, 2021 മുതൽ 2030 വരെയുള്ള 10 വർഷം ഇക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ ഡെക്കേഡ് എന്ന പേരിൽ, അതായത് അതിൻ്റെ ഒരു ദശകമായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10 വർഷം നമ്മുടെ ആവാസ വ്യവസ്ഥകളൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം എല്ലാ രീതിയിലും എല്ലാ രാജ്യങ്ങളിലും നടക്കേണ്ടത്. എന്താണ് ഈ ആവാസ വ്യവസ്ഥയിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആവാസ വ്യവസ്ഥയ്ക്ക് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെടുത്തു കഴിഞ്ഞാൽ ഒക്കെ വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥകൾ നമുക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഒരു പുഴ, അതോട് ചേരുന്ന ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ഒരു വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം, തണ്ണീർത്തടത്തിലെ ഒരു ഇക്കോസിസ്റ്റം, കടലിൽ ഒരു ഇക്കോസിസ്റ്റം, മലകൾ എടുത്തു കഴിയുമ്പോൾ കാടുകൾ അടങ്ങുന്ന ഒരു ഇക്കോസിസ്റ്റം. ഒരു വൃക്ഷം എടുത്താലോ വൃക്ഷം പോലും ഒരു ഇക്കോസിസ്റ്റമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുന്ന പറയുന്നത്. കുറേ ജീവജാലങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുന്ന ധാരാളം മറ്റു കാര്യങ്ങളും അതിൻ്റെ കൂടെ കാണുന്നു. ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ, ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ദ നോൺ ലിവിങ് എൻവയോൺമെൻറ്റ് എന്നാണ്. ഒരു പ്രത്യേക ഭാഗത്തുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ജീവജാലങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വ്യൂഹം. അതിനകത്ത് ജീവികളുമുണ്ട്, ആ ജീവികളെ സ്വാധീനിക്കുന്ന ജീവനില്ലാത്ത പുറത്തുള്ള ഘടകങ്ങളുമുണ്ട്. അതിൽ കാലാവസ്ഥയുണ്ടാവും, മറ്റു വസ്തുക്കളുണ്ടാവും, എല്ലാം അതിൽ പെടുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്, ഈ ഒരു വർഷത്തെ ഈ വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാനുള്ളത്, നമ്മുടെ ചുറ്റുപാട് കാണുന്ന വിവിധ തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളെ എങ്ങനെ പുനരുദ്ധരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നാം ഓരോരുത്തർക്കും അത് സാധിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മളൊരു തൈ നടുമ്പോൾ, ഒരു ചെടി നടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ആവാസ വ്യവസ്ഥയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം ആണ്. കാരണം ഓരോ ചെടിയും നമുക്കറിയാമല്ലോ, ആ ചെടി നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വിഷത്തെ വലിച്ചെടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു, തിരിച്ച് നമുക്ക് പ്രാണവായുവായ ഓക്സിജനെ തരുന്നു. ഈ ഓക്സിജൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ കോവിഡ് വന്ന ആളുകൾ ഓക്സിജൻ കിട്ടാതെ വിഷമിക്കുമ്പോഴും, ഓക്സിജൻ്റെ അഭാവം മൂലം ആളുകൾ മരിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോഴാണ് ഓക്സിജൻ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് ഈ മരത്തിലെ ഓക്സിജൻ പോരാ. ഒരു ക്ലിനിക്കലായിട്ട് ഒരു പ്രശ്നം, ഒരു രോഗമുണ്ടായി, അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിന് കുഴപ്പമുണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ക്ലിനിക്കലായിട്ടുള്ള ഓക്സിജൻ തന്നെ വേണ്ടി വരും.
കുറേ മരം നട്ട് പിടിപ്പിച്ചാൽ അയാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ പൊതുവേ ജനങ്ങളുടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ശ്വസനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കണമെന്നുണ്ടെങ്കിൽ, അവൻ ആരോഗ്യത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മതിയായ ഓക്സിജൻ നമുക്ക് ലഭിച്ചിരിക്കണം. അത് ലഭിക്കുന്നത് ചെടികളിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ചെടികൾ വെച്ചുപിടിപ്പിക്കുക എന്ന് പറയുന്നത്. ചെടികളാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തെ വളരെയേറെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഈ പരിസ്ഥിതി രംഗത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിന് കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, കുറേ വേറെ ഈ വാതകങ്ങളുണ്ട്, മീഥൈനും ഒക്കെയുണ്ട്, ഓക്സൈഡുകളൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാന കാർബൺ ഡൈ ഓക്സൈഡാണ്. എല്ലാ ജീവികളും ശ്വസിച്ചു കഴിഞ്ഞാൽ പുറത്തു വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പക്ഷെ ചെടികൾ മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജനെ നമുക്ക് തരുന്നത്. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഈ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് ആധാരമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന ഒരു ഹാഷ്ടാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ, ജനറേഷൻ റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗാണ് യുണൈറ്റഡ് നേഷൻസ് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്, തലമുറകളുടെ പുനരുജ്ജീവനം. അത് ഇപ്രാവശ്യം പാകിസ്ഥാനാണ് ഇതിൻ്റെ ആതിഥേയ രാജ്യം. ഓരോ വർഷവും ഓരോ രാജ്യം ഇതിൻ്റെ ആതിഥേയ സ്ഥാനം ഏറ്റെടുക്കാറുണ്ട്, അത് നൽകാറുണ്ട്. അപ്പോൾ നമ്മുടെ അയൽരാജ്യത്തിനാണ് ഇപ്രാവശ്യം ആ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ധാരാളം പ്രോഗ്രാമുകൾ അവിടെ സംഘടിപ്പിക്കപ്പെടും. ലക്ഷക്കണക്കിന് ചെടികളും കണ്ടൽക്കാടുകളും ഒക്കെ നട്ടുപിടിപ്പിച്ച് നമ്മുടെ ഈ ആവാസ വ്യവസ്ഥകളെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. നമുക്കറിയാലോ, നമ്മുടെ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനായിട്ട് ഏറ്റവും ബന്ധപ്പെടുന്ന ചില ആവാസ വ്യവസ്ഥകളുണ്ട്. അതിലൊന്ന് ഫോറസ്റ്റാണ്, കാടുകൾ. അപ്പോൾ അതിൽ നിത്യഹരിതവനമുണ്ട്, ഇല പൊഴിക്കുന്ന കാടുകളുണ്ട്, അതുപോലെ പുൽമേടുകളുള്ള പ്രദേശങ്ങളുണ്ട്, പിന്നെ എന്താണ് സ്ക്രബ് ജംഗിൾസ് ഉണ്ട്, മുൾപടർപ്പുകളുള്ള കാടുകളുണ്ട്, ഷോലവനങ്ങളുണ്ട്. മിക്കവാറും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ സ്രോതസ് ഷോലവനങ്ങളാണ്. ഷോലവനങ്ങൾ നമ്മളിപ്പോൾ കിഴക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമഘട്ടം കാണും. ആ പശ്ചിമഘട്ടം ചില സ്ഥലത്ത് ഇരുണ്ട് കിടക്കുന്ന മലയിടുക്കുകൾ കാണും. ആ മലയിടുക്കുകൾ ശരിക്ക് അവിടെ ഷോലവനങ്ങളാണ്. അതുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളത്തിൻ്റെ ചാലുകളാണ് പിന്നീട് വലുതായി പലതരത്തിലുള്ള പോഷകമായിട്ടുള്ള ചാലുകളൊക്കെ ചേർന്നുകൊണ്ട് ഒരു പുഴയായി മാറുന്നത്. നമ്മുടെ വളപട്ടണം പുഴ ഉത്ഭവിക്കുന്നത് അങ്ങ് ബ്രഹ്മഗിരി എന്ന് പറയുന്ന ഒരു പശ്ചിമഘട്ട മലയുടെ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അത് കർണാടക അതിർത്തിയിലേക്ക് വരുന്ന സ്ഥലമാണ്. അവിടെ നിന്നും ഉത്ഭവിച്ച് 110 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ് നമ്മുടെ അഴീക്കലിൽ പോയിട്ട് അത് ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷോലവന പ്രദേശം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പുഴകൾ നഷ്ടപ്പെട്ടു പോകും. ഏത് പുഴയെടുത്ത് പരിശോധിച്ചാലും കേരളത്തിൽ ഒഴുകുന്ന 44 പുഴകളിൽ 41 എണ്ണവും കിഴക്ക് നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടേക്ക് പോകുന്നവയാണ്. അപ്പോൾ അവിടെ എല്ലാ ഉത്ഭവങ്ങൾ ശരിക്കും ഈ ഷോലവനങ്ങൾ തന്നെ. അപ്പോൾ ആ വനം നഷ്ടപ്പെട്ടാൽ നമുക്ക് വെള്ളവും കിട്ടാത്ത അവസ്ഥ വരും, മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവസന്ധാരണത്തിന് വേണ്ടുന്ന ഉപാധികൾ കിട്ടുന്ന ഒരു മേഖലയാണ് ഈ തണ്ണീർത്തടങ്ങൾ. കേരളത്തിൽ കൂടുതൽ തണ്ണീർത്തടങ്ങളിലും അതുപോലെ കണ്ടൽക്കാടുകൾ കൂടുതലുള്ളത് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലും ഉത്തര മലബാറിലും ഒക്കെയാണ്. കണ്ടൽക്കാടുകൾ ഇറങ്ങുന്ന പ്രദേശത്ത് മത്സ്യസമ്പത്ത് കിട്ടുന്നു. അവിടെ അതുപോലെ പലതരം ജീവജാലങ്ങൾക്ക് അതിൻ്റെ ആവാസ സ്ഥാനമൊരുക്കി കൊടുക്കുന്നു, പ്രജനന കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ഔഷധ സമ്പത്തും ഇഷ്ടം പോലെയുണ്ട്. ഔഷധങ്ങൾ കിട്ടുന്ന സസ്യങ്ങൾ ധാരാളമുണ്ട്. ഓരോ കണ്ടലിൻ്റെയും പ്രത്യേകത എടുത്ത് പരിശോധിച്ചാൽ ഓരോന്നും വളരെ വളരെ വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അബിസീനിയ ഒഫീഷ്യനാലിസ് എന്ന് പറയുന്ന ഉപ്പൂറ്റി, അത് ഉപ്പിനെ ഊറ്റിക്കളയാൻ കഴിവുള്ളവയാണ്, അതുകൊണ്ട് ഉപ്പൂറ്റി എന്ന് വിളിക്കുന്നു. അതുപോലെ അതിൻ്റെ ആ ചെടി തന്നെ പ്രമേഹത്തിനും മറ്റും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ റൈസോഫോറ എന്ന് പറയുന്ന ചെടി ഏറ്റവും കൂടുതൽ വെച്ചുപിടിപ്പിക്കുന്ന റൈസോഫോറ എന്ന് പറയുന്ന ചെടിയാണ്. ഈ ചെടികൾ നമ്മുടെ തീരത്തെ സംരക്ഷിക്കുന്ന പലതരം വേരുകളുണ്ട്. ഇതിന് മുട്ടുവേരുകൾ, താങ്ങുവേരുകൾ എന്നൊക്കെ പറയുന്ന വേരുകളൊക്കെ കൂടി ചേർന്ന് മണ്ണ് നഷ്ടപ്പെടാതെ, ഇപ്പം വലിയ വലിയ ഫ്ലഡുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി
കടൽക്ഷോഭം ഉണ്ടാകുന്നു, ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം, പ്രളയം ഒക്കെ ഉണ്ടാകുന്നു. പ്രളയം മൂലം ആളുകളൊക്കെ വീട് വിട്ട് ഒഴിഞ്ഞു പോകേണ്ടി വരുന്നു, നശിച്ചു പോകുന്നു തീരപ്രദേശങ്ങൾ. അപ്പോൾ അവിടെ കണ്ടൽ കാടുകൾ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ തീരത്തിൻ്റെ നാശം ഒഴിവാക്കാൻ സാധിക്കും. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സുനാമിയൊക്കെ വന്നപ്പോൾ പിച്ചാവരത്തും വേളാങ്കണ്ണിയിലും ഒക്കെ ഒരു പരിശോധന നടത്തി തമിഴ്നാട്ടിൽ. ആ പഠനം നടത്തിയപ്പോൾ മനസ്സിലായത് പിച്ചാവരത്ത് ഒരു തരി മണ്ണ് പോലും നഷ്ടപ്പെടാതെ ആ തീരപ്രദേശം അതുപോലെ നിലനിൽക്കും. വേളാങ്കണ്ണിയിലാവട്ടെ ഒരു ഭാഗം മുഴുവനും കടലെടുത്തു പോയി. ഇത് രണ്ട് സ്ഥലത്തും സുനാമി ഒരേ ശക്തിയിലാണ് വന്നത്, ഒരു പ്രളയമായി വന്നു. പക്ഷെ എന്തുകൊണ്ട് പിച്ചാവന് രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവിടെ കണ്ടൽക്കാടുകൾ ഉള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പം അതുപോലെ നമ്മുടെ തീരത്തും കണ്ടൽക്കാടുകൾ നിലനിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തീരത്തിൻ്റെ ഒരു കാവൽ സൈന്യമായിട്ടത് അവിടെ ഉണ്ടാകും. ഇത് കാവൽ ഭടന്മാരെ പോലെയാണ്. അതുകൂടാതെ പല പ്രയോജനങ്ങളും വേറെയും നമുക്ക് കിട്ടുന്നു. നമുക്ക് ധാരാളം ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നു, കാലിത്തീറ്റകൾ കിട്ടുന്നു. പിന്നെ അതിൻ്റെ പരിസരങ്ങളിലെല്ലാം ചെമ്മീനും കക്കയും ഇതൊക്കെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റുന്നു. പിന്നെ ഇതെല്ലാം കൂടാതെ നമുക്കൊരു മാനസിക ഉല്ലാസത്തിനുള്ളൊരു മാർഗമാണ്. അതുപോലെ നമുക്ക് പിന്നെ പലതരം ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടി ഫോട്ടോഗ്രഫി, ബേർഡ് വാച്ചിങ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ചിലർക്കുള്ള ഒരു ഹോബീസ് ഉണ്ടല്ലോ, ആ ഹോബീസൊക്കെ പരിപോഷിപ്പിക്കാൻ, അങ്ങനെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പം അതൊക്കെ നമ്മൾ നിലനിർത്തണം. അതൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് ഒരു ഇക്കോസിസ്റ്റം റെസ്റ്റോറേഷന് വേണ്ടി ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ അത് നശിപ്പിക്കാൻ അനുവദിക്കരുത്. അതിന് എതിരായിട്ട് നമ്മൾ നിലകൊള്ളണം. ആര് ചെയ്താലും ശരി. ചിലപ്പോൾ അത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എന്തിനു വേണ്ടിയാണോ അത് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ട് അത് പൂർണ്ണമായിട്ടും പരിസ്ഥിതിക്ക് അനുകൂലമായ വിധത്തിൽ വേണം നമ്മൾ അതിനെ പരിരക്ഷിക്കാനും അതിനെക്കുറിച്ചുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ബയോഡൈവേഴ്സിറ്റി അടങ്ങുന്ന വിവിധമായ ജീവജാലങ്ങൾ അടങ്ങുന്ന ഈ മേഖലകൾ, അതിലൊക്കെ വളരെ രസകരമായ ഒരു കാഴ്ചകൾ നമുക്ക് കാണാം. ഓരോ ജീവിയും, ഇതിനകത്തെല്ലാം ഉള്ള ജീവികളെല്ലാം പരസ്പരം ആശ്രയിച്ചും സഹകരിച്ചുമാണ് ജീവിക്കുന്നത്. ഒരു ജീവിയുടെ നിലനിൽക്കണമെങ്കിൽ മറ്റുള്ള ജീവികൾ ഇവിടെ വേണം. നമുക്കറിയാമല്ലോ, ഈ കാടുകൾ എടുത്ത് പരിശോധിച്ചാൽ സൈലന്റ് വാലി നിശബ്ദ താഴ്വര എന്ന് പറയുന്നത്. ആ സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകളെ നമ്മൾ കാണുന്നു, ലയൺ ടൈൽഡ് മെക്കാക്ക്. ഈ ലയൺ ടൈൽഡ് മെക്കാക്കിന് എന്തുകൊണ്ടാണ് സൈലന്റ് വാലിയിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ട് കാണുന്നു, മറ്റു പല സ്ഥലത്തും ഉണ്ട്. അവിടെ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം, ഈ ജീവിക്ക് വേണ്ടുന്ന ഏറ്റവും ഇഷ്ടഭോജ്യമായ, ഏറ്റവും ഇഷ്ടമുള്ള ഒരു പഴം അവിടെയുണ്ട്. അതിൻ്റെ പേര് വെടിപ്ലാവ് എന്നാണ്. പുലീനിയം എന്ന് പറയുന്ന വെടിപ്ലാവ് അവിടെയുണ്ട്. ആ വെടിപ്ലാവ് ഉള്ളതുകൊണ്ട് അവിടെ കാണാം. വെടിപ്ലാവെല്ലാം വെട്ടി നശിപ്പിച്ചാൽ പിന്നെ ആ ജീവികൾ വേറെ എവിടെയെങ്കിലും പോകും, അവിടെ കാണില്ല ചിലപ്പോൾ. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിൽ ഇത്തിക്കണ്ണിക്കുരുവി എന്ന് പറഞ്ഞൊരു കുരുവിയുണ്ട്. ഏറ്റവും ചെറിയ പക്ഷി അതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ടിക്കൽസ് ഫ്ലവർ പെക്കർ എന്ന് പറയുന്ന ഇത്തിക്കണ്ണിക്കുരുവിയാണ്. ആ ഇത്തിക്കണ്ണിക്കുരുവി ഇവിടെ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? അതിന് ഈ ഇത്തിക്കണ്ണി എന്ന് പറയുന്ന ചെടി, ആ ചെടിയുടെ പഴങ്ങൾ കഴിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ്. അതേസമയം ഇത്തിക്കണ്ണി ഇവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിനെ ഇവിടെ കാണുന്നത് ഈ പക്ഷി ഉള്ളതുകൊണ്ടാണ്. കാരണം ഇത്തിക്കണ്ണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ വിത്ത് നമ്മൾ മണ്ണിൽ നട്ടാൽ ഒരിക്കലും മുളക്കുകയില്ല. അതിൻ്റെ വിത്ത് കൊണ്ടുപോയി ഏതെങ്കിലും മരത്തിൻ്റെ ശിഖരത്തിൽ കൊണ്ടുപോയി വെക്കണം, അപ്പോൾ മാത്രമേ അത് മുളക്കുകയുള്ളൂ. അപ്പോൾ ആ ജോലി ചെയ്തു കൊടുക്കുന്നത് ഈ കുരുവികളാണ്. ഈ കുരുവികൾ പഴം കഴിക്കുകയും ഭക്ഷിക്കുകയും അതിൻ്റെ വിത്തുകൾ കാഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ കാഷ്ടം ഈ മരത്തിൻ്റെ ചില്ലയിൽ പോയിട്ട് തങ്ങി നിൽക്കും. എന്നിട്ട് അവിടുന്ന് അത് മുളച്ചോളും. അപ്പോൾ അന്ന് കണ്ടില്ലേ, ഈ രീതിയിൽ പലതരത്തിലുള്ള അനുകൂലനങ്ങൾ നമുക്കറിയാലോ. ഈ മനുഷ്യരായ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ വയറ്റിൽ ഒരു ചെറിയ അണുവുള്ളത് കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും എല്ലാ അണുക്കളും കീടാണുക്കൾ മുഴുവനും നമുക്ക് രോഗം ഉണ്ടാക്കുന്നതാണെന്ന്. അങ്ങനെയല്ല, ചിലത് നമുക്ക് ഉപകാരപ്രദമായതുമുണ്ട്. നമ്മുടെ വയറ്റിനകത്തുള്ള ഒരു എഷറീക്കിയ കോളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം ദഹിപ്പിക്കാൻ കഴിയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറികളാണല്ലോ. ഈ പച്ചക്കറികളിലെല്ലാം സെല്ലുലോസ് അടങ്ങിയിട്ടുണ്ട്. സെല്ലുലോസിനെ ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സെല്ലുലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആവശ്യമാണ്. ഈ സെല്ലുലേസ് എൻസൈം നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അത് ഈ ബാക്ടീരിയയുടെ സഹായത്തോടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുമ്പോൾ ദഹനക്കേടുണ്ടാകുന്നതിന് കാരണം ഈ ബാക്ടീരിയ നശിച്ചു പോകുന്നുണ്ട്.
അപ്പോൾ ഈ വിധം അതൊക്കെ നമ്മുടെ സൂക്ഷ്മജീവികളാണ്. ഈ സൂക്ഷ്മജീവികൾ തന്നെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമുക്കറിയാലോ ഇപ്പോഴത്തെ ഈ വൈറസ് കൊണ്ട് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ നമുക്കറിയാം. എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയിരിക്കുന്നു, എത്രയോ ആളുകൾ എല്ലാവരും ഭീതിയിലാണ് ഇപ്പോഴും ഉള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല. ലോക്ക്ഡൗണുകൾ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. 2ാം തരംഗത്തിലാണ് നമ്മളുള്ളത്. ഇനി 3ാം തരംഗത്തെക്കുറിച്ച് പേടിക്കുകയാണ് നമ്മൾ. നമുക്ക് ബന്ധുക്കളെ പോലും അടുത്ത് കാണാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. മുഖം മറച്ചുകൊണ്ടേ നമുക്ക് ആരുടെ മുമ്പിൽ പോകാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ കൂടി ഒരു സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പായിപ്പോയി. മനുഷ്യന് അവൻ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയിൽ എത്തിയത് ഒരു വൈറസ് കൊണ്ടാണ്. ഈ വൈറസും ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് പ്രകൃതിക്ക് എന്തോ നേട്ടമുണ്ട്. പ്രകൃതി ചിലപ്പോൾ ഈ പോപ്പുലേഷനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിരിക്കാം ഈ വൈറസിനെ ഉപയോഗിക്കുന്നത്. കാരണം എല്ലാ വൈറസുകൾ കൊണ്ടാണ് ലോകത്തിൽ പഴയകാലം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പല രോഗങ്ങളും വന്ന് മനുഷ്യകുലത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നശിച്ചു പോയിട്ടുള്ളത് ഈ വൈറസ് അതുപോലെ ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങൾ കൊണ്ടാണ്. പ്ലാഗ് രോഗം ഉണ്ടായിരുന്നു, ബാക്ടീരിയ കൊണ്ടുള്ള രോഗമാണ്. അതുകൊണ്ട് ധാരാളം ആളുകൾ ഒരു കാലത്ത് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. പിന്നെ വൈറസ് കൊണ്ടുള്ള രോഗം ഉണ്ടായി പണ്ട്. എന്താണെന്ന് അറിയുമ്പോൾ വസൂരി രോഗം. ഏതാണ്ട് 50 കോടിയോളം ജനങ്ങൾ ഈ ഭൂമുഖത്ത് നിന്നും നഷ്ടപ്പെട്ടു പോയത് ആ ഒരു രോഗം കൊണ്ടാണ്. അങ്ങനെ പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ വൈറസിൽ തന്നെ വീണ്ടും വകഭേദങ്ങൾ ഉള്ളതുകൊണ്ട്, ജൈവ വൈവിധ്യം ഉള്ളതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിയാണ് നമുക്ക് ഈ വൈറസ് എന്ന് പറയുന്ന രോഗത്തെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ സാധിച്ചത്. അതിനുള്ള തുടക്കം അങ്ങനെയാണ്. അതിനുള്ള ശ്രമം തുടങ്ങിയത് ആ ഒരു വൈറസിൻ്റെ ഒരു വകഭേദം ഉണ്ടാക്കിയ ഒരു മാറ്റം കണ്ട് മനസ്സിലാക്കിയ ഒരു ശാസ്ത്രകാരൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഈ വാക്സിനേഷൻ. എഡ്വാർഡ് ജെന്നർ കേട്ടിട്ടുണ്ടാവുമല്ലോ, എഡ്വാർഡ് ജെന്നർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളത് 1700കളിലെ കഥയാണ് ഞാൻ പറയുന്നത്. 1800 തൊട്ട് മുമ്പുള്ള കാലം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്ന പാൽക്കാരികളൊക്കെ പിന്നെ വീട്ടിൽ പാല് കറന്ന് കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ നാട്ടിൽ മുഴുവനും ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്ന വസൂരി പടർന്നു പിടിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പാല് കൊണ്ടുവരുന്ന പെൺകുട്ടികൾക്ക് രോഗം വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് രോഗം വരാത്തത്? അയാളത് നോക്കി അന്വേഷിച്ചപ്പോൾ ഇവർക്കൊക്കെ വേറൊരു രോഗമുണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് വേറൊരു രോഗം വന്നിട്ടുണ്ട്. എന്താണ്? ഗോവസൂരി എന്ന് പറഞ്ഞ രോഗം വന്നിട്ടുണ്ട്. കൗ പോക്സ് എന്ന് വിളിക്കുന്ന പശുക്കളിൽ ഉണ്ടാകുന്ന രോഗം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ചിന്തയെ വേറെ രീതിയിലേക്ക് നയിച്ചു. ഈ കൗപോക്സ് ബാധിച്ച പെണ്ണുങ്ങൾക്ക് ശരിയായിട്ടുള്ള വസൂരി വരുന്നില്ല. അപ്പോൾ എന്തോ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് ഒരു ജീവിയുടെ നിർജീവമായ അവസ്ഥയിൽ, അല്ലെങ്കിൽ ആ ജീവിയായിട്ട് ബന്ധമുള്ള മറ്റൊരു ജീവിയുടെ നിർജീവമായുള്ള അവസ്ഥയിലുള്ള അതിൻ്റെ ഒരു സീറം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുമൂലം ശരിയായിട്ടുള്ള വളരെ ഭീകരമായിട്ട് രോഗമുണ്ടാക്കുന്ന ആ വൈറസിനെ തുരത്താൻ സാധിക്കും, നശിപ്പിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തി. അപ്പോൾ പിന്നീടാണ് നമുക്കറിയാൻ കഴിഞ്ഞത്, നമ്മുടെ ശരീരത്തിനകത്ത് ഈ നിർജീവാവസ്ഥയിലുള്ള വൈറസിനെ കുത്തിവെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് ആൻറ്റിബോഡീസ് ഉണ്ടാകും. ഈ വൈറസിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥ വൈറസ് വരുമ്പോഴും ഈ ആൻറ്റിബോഡീസ് ഇതിന് മുഴുവനും ഓടിച്ചു കളയും, അതിനെ പ്രതിരോധിക്കും എന്ന് കണ്ടെത്തിയത് പിന്നീടാണ്. അപ്പോൾ ജെന്നറിന് അതൊരു ഉൾക്കാഴ്ചയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ സമയത്ത് വൈറസിനെ കണ്ടുപിടിച്ച, വൈറസ് എന്താണെന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അത് കണ്ടെത്തിയത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കോവിഷീൽഡ് ഉപയോഗിക്കുന്നു. അതൊരു വാക്സിനാണ്. ആ കോവിഷീൽഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അത് കിട്ടുന്നത് ഈ ചിമ്പാൻസിക്ക് ഉണ്ടാകുന്ന ജലദോഷത്തിനുണ്ടാകുന്ന അഡിനോ വൈറസ് എന്ന് പറയുന്ന വൈറസ്. ആ ജലദോഷത്തിന് കാരണമാകുന്ന ആ വൈറസിനെ എടുത്ത് അതിൻ്റെ നിർജീവാവസ്ഥയിൽ, അത് മനുഷ്യന് രോഗം ഉണ്ടാക്കില്ല, അതുകൊണ്ട് അതിനെ നിർജീവാവസ്ഥയിൽ എടുത്തിട്ട് നമുക്ക് കുത്തിവെക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് മുഴുവൻ ആൻറ്റിബോഡീസ് ഉണ്ടാകും. ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രതിരോധ ശക്തിയാണ്. നമ്മുടെ ഒരു കുറേ പട്ടാളക്കാരെ ഉണ്ടാക്കുന്ന പോലെയാണ്. അത് നമ്മുടെ ശരീരം മുഴുവൻ ഈ പട്ടാളക്കാരെ നിറഞ്ഞേക്കും. അപ്പോൾ ശരിയായ ശത്രുവായിട്ടുള്ള കോവിഡ് രോഗത്തിന് കാരണമുള്ള സാർസ് വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ, സാർസ് കൊറോണ 2 എന്ന് പറയുന്ന വൈറസാണ് ഇതിന് കാരണമാകുന്നത്. അത് നമ്മുടെ ശരീരത്തിനകത്ത് കയറുമ്പോൾ ഈ പറഞ്ഞ ആൻറ്റിബോഡീസ് മുഴുവനും, ഈ പട്ടാളക്കാർ മുഴുവനും അവനെ അങ്ങ് അടിച്ച് നശിപ്പിച്ച് ഓടിച്ചു കളയും. അപ്പോൾ ഇത്തരത്തിലുള്ള വൈറസുകളുടെ ആ ഒരു വൈവിധ്യമാണ് ഇങ്ങനെ വാക്സിൻ കണ്ടെത്താൻ പോലും സാധിച്ചത് എന്ന് വരുമ്പോൾ, ഇതൊക്കെ നമ്മുടെ ലോകത്ത് ഇത് ആവശ്യമാണ്. ജൈവ വൈവിധ്യം എന്നുള്ളത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ധാരാളം ജീവികൾ, പക്ഷികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വരുന്നത്. എവിടെ നിന്നൊക്കെയാണ് പക്ഷികൾ വരുന്നത്? നമ്മുടെ തണ്ണീർത്തടങ്ങൾ നോക്കി അതൊരു ആവാസ വ്യവസ്ഥ നോക്കിയിട്ടാണ് ഇവർ വരുന്നത്. മൈഗ്രേറ്ററി ബേർഡ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ? സൈബീരിയ,
അലാസ്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പക്ഷികൾ ഒന്നടങ്കം നമ്മുടെ നാട്ടിലേക്കൊക്കെ വരികയാണ് തണ്ണീർത്തടം. എരണ്ടകൾ എന്ന് പറഞ്ഞാൽ താറാവുകൾ വരുന്നു. അവരൊക്കെ കാണണമെങ്കിൽ നവംബർ മുതൽ മാർച്ച് ഏപ്രിൽ വരെയുള്ള കാലത്ത് നമ്മുടെ ഈ തണ്ണീർത്തടങ്ങളിൽ പോയാൽ ഇവയെല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ അവിടെ വിളയാടുന്നത് കാണാൻ നമുക്ക്. ഇഷ്ടം പോലെ അവരിങ്ങനെ ആഘോഷിക്കുകയാണ്. ഓരോ വർഷവും ഒരു സ്ഥലത്ത് വരുന്ന പക്ഷികൾ തന്നെ മറ്റേ വർഷവും അവിടെ തന്നെ എത്തുന്നു. ആരാണതിന് ദിശ പറഞ്ഞു കൊടുക്കുന്നത്? അത്ഭുതകരമായ ഒരു കാര്യം അത്. അതൊക്കെ നമ്മൾ പറയുന്നു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ബുദ്ധിയിൽ അതിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശം അനുസരിച്ച് വരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് വളരെ എത്രയോ ദൂരം എവിടെയും നിൽക്കാതെ പറന്നു വരുന്ന പക്ഷികളുണ്ട്. എത്രയോ ദൂരം എവിടെയും നിൽക്കാതെ പറന്നു വരികയാണ്. 8000 കിലോമീറ്റർ ഒക്കെ ഒറ്റയടിക്ക് പറന്നിട്ടാണ് ഈ പക്ഷികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിന് ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചിട്ട് എത്രയോ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ പറന്നാണ് നമ്മുടെ നാട്ടിലെത്തുന്നത്. എന്നാൽ ചില പക്ഷികളാവട്ടെ ഇടക്ക് നിന്നും അങ്ങനെ വീണ്ടും പറന്നൊക്കെ വരും. ഇപ്പൊ വീറ്റിയർ എന്ന് പറയുന്ന പക്ഷി എവിടെ നിൽക്കാതെ പറന്നു വരുന്ന പക്ഷിയാണ്. സ്നൈപ്പ് ഗ്രേറ്റർ സ്നൈപ്പ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് ഏറ്റവും സ്പീഡ്. സ്വീഡനിൽ നിന്ന് തുടങ്ങിയിട്ട് അത് പറക്കാൻ തുടങ്ങിയിട്ട് അത് ആഫ്രിക്കയിൽ വരെ എത്തുന്നു. എവിടെ നിൽക്കാതെ എത്തുന്നു. 2 ദിവസം കൊണ്ട്, എത്രയോ കിലോമീറ്ററുകൾ താണ്ടി 2 ദിവസം കൊണ്ടാണ് അത് എത്തുന്നത്. അത് അത്ഭുതകരമാണ്. ഇത് തിരിച്ചു പോകും. അത് തിരിച്ചു പോകുമ്പോഴും ഇതുപോലെ പോകണം. പ്രജനനം നടത്തുന്നത് അവരുടെ ജന്മദേശം അതാണ്. ഈ മഞ്ഞുള്ളത് കൊണ്ടാണല്ലോ ഇവരിങ്ങോട്ട് വരുന്നത്. എന്തുകൊണ്ട് ഈ ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അതിനവിടെ ജീവിക്കാൻ കഴിയില്ല. വിന്റർ സീസണാണ്, മഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കും. ആ സമയത്താണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ പോയിട്ടാണ് പ്രജനനം നടത്തുന്നത്, ഇണചേരുന്നതും അതുപോലെ തന്നെ അവിടുന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നൊക്കെ അവിടെ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഈ പറഞ്ഞാൽ അവരുടെ വിന്റർ സീസൺ ഇവിടെ ആഘോഷിച്ചിട്ട് അവർ വീണ്ടും തിരിച്ചു പോകും. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ജീവജാലങ്ങളുടെ രസങ്ങൾ ഓരോന്നും കേട്ടാൽ ഓരോ ജീവിയുടെയും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ തേനീച്ചകൾ ഒക്കെ തേനുണ്ടാക്കാൻ വേണ്ടി എത്രയാണ് മെനക്കെടുന്നത് എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് പൂക്കളിലൂടെ സഞ്ചരിച്ചാണ് ഒരു 1/2 ലിറ്റർ തേന് നമുക്കുണ്ടാകുന്നത്. 80,000 കിലോമീറ്റർ സഞ്ചരിക്കും അത്ര. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിൻ്റെ കണക്ക് കൂട്ടിയാൽ ഒരു തേനീച്ച 80,000 കിലോമീറ്റർ, ഒരു അര നമ്മൾ സാധാരണ വാങ്ങുന്ന 1/2 ലിറ്റർ ആണല്ലോ. 1/2 ലിറ്റർ തേൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ഭൂമി മുഴുവനും 2 പ്രാവശ്യം ചുറ്റുന്നതിന് സമാനമായിട്ട് തേനീച്ച പറക്കണം. എത്രയോ ലക്ഷങ്ങൾ, 20 ലക്ഷത്തോളം പൂക്കളിൽ ഇതിങ്ങനെ പോയിട്ട് തേൻ എടുത്തുകൊണ്ട് വരണം. എന്നിട്ടാണ് ഇത്രയും തേൻ ഉണ്ടാക്കുന്നത്. അല്പം നമ്മളത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നു. അത് ഈ തേനീച്ചകൾ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായത് സംഭവിക്കുന്നത് ചോദിച്ചാൽ മനുഷ്യന് തന്നെ വളരെ പ്രയാസമായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഈ പരാഗണം നടക്കുന്നത് കൊണ്ടാണല്ലോ പല ചെടികളിലും പഴങ്ങളുണ്ടാകുന്നത്. അപ്പം നമ്മുടെ നമ്മൾ ഭക്ഷിക്കുന്ന പല വസ്തുക്കളും ഉണ്ടായി പ്രാണികൾ വേണം. തേനീച്ച മാത്രമല്ല, പല പ്രാണികളും വേണം. ഈ പ്രാണികളിലൂടെ നടക്കുന്ന ഈ പരാഗണം നിന്നുപോയാൽ പിന്നീട് പഴങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഓരോ ജീവിയും വേണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അതേസമയത്ത് വേറെ ചില രസങ്ങളൊക്കെ കാണാം നമുക്ക്. ഈ ചിലന്തികളുണ്ടല്ലോ, ചിലന്തികൾ ഈ പെൺചിലന്തി ഇണചേർന്ന് കഴിഞ്ഞാൽ ആൺചിലന്തിയെ തിന്നു കളയും. അപ്പോൾ കാനബോളിസം എന്ന് പറയുന്ന ഒരു തരം അവരെ സ്വയം ജീവിയെ തിന്നുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട്. അപ്പോൾ അതിന് പ്രകൃതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ അതിന് കാണും. പക്ഷെ നമുക്ക് വളരെയധികം ഒരു ക്രൂരമായ ഒരു രീതിയായിട്ടാണ് തോന്നുന്നത്. കാരണം ആ ഒരു ചിലന്തി എന്ത് ചെയ്യുന്നു? ചിലന്തി, ഒരു പെൺചിലന്തി ആൺചിലന്തി അങ്ങനെ തിന്നു കളയും. അതുപോലെ കടന്നലിന് കണ്ടിട്ടുണ്ടോ? കടന്നൽ എന്താ ചെയ്യുന്ന അറിയാമോ? കടന്നൽ മുട്ടയിടുന്നത് പലപ്പോഴും വേറൊരു ജീവിയിലാണ്. ആദ്യം ഒരു ജീവിയൊക്കെ, ഒരു പാറ്റയെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രാണിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രാണിയെ എടുത്ത് പോയിട്ട് അതിൻ്റെ കഴുത്തിൽ കൊണ്ടുപോയി ഒരു സൂചി വെച്ചു കൊടുക്കും. ആ സൂചി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മയങ്ങി പിന്നീട് അങ്ങ് ചത്തുപോകും. അങ്ങനെ ആദ്യം അർദ്ധപ്രാണനായിട്ട് നിൽക്കും. അപ്പോൾ തന്നെ ഇതിനെ വലിച്ച് കൊണ്ടുപോയിട്ട് ഒരു കുഴിയിൽ കൊണ്ടുപോയി വെക്കും. വെച്ചിട്ട് അതിൽ മുട്ടയിട്ടിട്ട് മണ്ണ് ഇട്ട് മൂടിക്കളയും. അപ്പോൾ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം ആ പ്രാണിയാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ ഭക്ഷണമാണ് ആദ്യം ഒരുക്കി കൊടുത്തത്. ആ പ്രാണിയെ ഭക്ഷിച്ച് കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ പറക്കമുറ്റാറാകുമ്പോൾ പുറത്ത് ദ്വാരത്തിലൂടെ അങ്ങ് പുറത്തേക്ക് പോകും.
അപ്പോൾ അതിൻ്റെ അമ്മയെ അത് കാണുന്നില്ല. അമ്മ അവിടെ മുട്ടയിട്ടിട്ട് പോകുന്നതെന്നല്ലാതെ പിന്നീട് അമ്മയും മക്കളുമായിട്ടുള്ള ബന്ധമില്ല. അത് പിന്നെ അങ്ങ് പറഞ്ഞു പോയിക്കോളും. ഇങ്ങനെയുള്ള ഈ ചിലതൊന്നും നമുക്ക് വിവരിക്കാൻ പറ്റാത്ത വിധത്തിൽ വിചിത്രമായി തോന്നുന്ന പല കാര്യങ്ങളും ഈ ഒരു സംവിധാനത്തിലുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഭൂമിയിൽ ഒരു തരത്തിലും മറ്റൊരത്തിലും ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഇക്കോ സിസ്റ്റത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ ആവാസ വ്യവസ്ഥകളെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. എങ്കിലേ ഭൂമി പഴയതുപോലെ നിലനിൽക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രയത്നം നിങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാവട്ടെ നമ്മുടെ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിലെ സന്ദേശം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ചതിന് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് SSF സംഘടിപ്പിച്ച ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.